ഹോസ് ഒന്നും വേണ്ട, കാണാനാളില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഗുഡ് ഈവനിങ്. ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് മടുത്തു, അതുകൊണ്ടാണ് നമ്മളെല്ലാരും റെഡിയല്ലേ? ഒന്നെല്ലാരും കൈയടിച്ചേ. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. ഇവിടെ ഞാൻ വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ല ചേട്ടാ. അതെ, ഒരുപാട് തവണ ഞാൻ ഏറ്റവും കൂടുതൽ ഇനാഘോഷം ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് ഇത്. ഇവിടെയുള്ള മനുഷ്യർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട അല്ലേ? സ്നേഹമുള്ളവരല്ലേ? എന്താ നിങ്ങൾക്ക് ആർക്കൊരു ഉഷാറില്ലാത്ത? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്യ നാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. എനിക്ക് സുഖമില്ലാണ്ടിരുന്നിട്ട് പോലും ഞാൻ ഇത്രയും ഒരു ഉഷാറ് കാണിക്കുന്നുണ്ട് അല്ലേ? ഇല്ല, സൗണ്ട് ഇല്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എല്ലാവർക്കും സുഖമില്ലേ? അതും ഇല്ലേ? എല്ലാരും ഊമകളാണോ? നീ അറിഞ്ഞ ഞാൻ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമല്ല, അത് ഞാൻ പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. കണ്ടതിൻ്റെതാണോ അതോ നിങ്ങളെല്ലാരും ടിവിയിൽ കണ്ടിട്ട് നേരിട്ട് കണ്ടതുകൊണ്ടാണ്? ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി വിചാരിച്ചിരുന്നത്. സാധാരണ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കും സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സത്യം. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇനാഘോഷം കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ സിംഗറിന്റെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഓളം അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ എന്തിനാ സംസാരിക്കാൻ. കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.